നമസ്കാരം. 2025 ആരംഭിച്ചിട്ട് 2 മാസം തികഞ്ഞിട്ടില്ല. അതിനു മുൻപ് തന്നെ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ക്രൂര കൊലപാതകങ്ങൾക്കാണ് കേരളം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ഇതെല്ലാം കേൾക്കുമ്പോൾ ആദ്യം ഉയരുന്ന ചോദ്യം എന്താണ് നമുക്ക് സംഭവിച്ചതെന്നായിരിക്കും. എന്നാൽ അതിനാർക്കും ഉത്തരവുമില്ല. എങ്കിലും ആദ്യം നമ്മൾ സ്വയം നൽകുന്ന വിശദീകരണം ഇതിനെല്ലാം കാരണം ഇന്നത്തെ സിനിമകളാണ് എന്നായിരിക്കും. എന്തെന്നാൽ ദൃശ്യം സിനിമ ഇറങ്ങിയ കാലത്ത് പല കൊലപാതകങ്ങളും ആ ചിത്രത്തിൽ നിന്ന് സ്വാധീനം ഉൾക്കൊണ്ടാണെന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. അതുപോലെ തന്നെ വെട്ടിയും അടിച്ചുകൊള്ളുന്ന സംഭവങ്ങൾ സർവ്വസാധാരണമാകുന്നത് മാർക്കോ, അനിമൽ, കിൽ തുടങ്ങിയ സിനിമകളിലെ വയലൻസ് രംഗങ്ങൾ മൂലമാണെന്ന ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത്. എന്നാൽ അത് എത്രമാത്രം ശരിയാണ്? ഇപ്പോഴിതാ ഇതിനോട് പ്രതികരിക്കുകയാണ് സിനിമാ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ. ഇതിനെക്കുറിച്ച് സംവിധായകനായ സിബി മലയിൽ പറയുന്നത് ഇപ്രകാരമാണ്: സമൂഹത്തിൽ എന്ത് പ്രശ്നമുണ്ടായാലും അതിനെ പെട്ടെന്ന് സിനിമയുമായി ബന്ധിപ്പിച്ച് കുറ്റപ്പെടുത്തുന്ന പ്രവണത ശരിയല്ല. സിനിമ മാത്രമല്ല, സമൂഹത്തിൽ സ്വാധീനം ചെലുത്തുന്ന മറ്റു പല കാര്യങ്ങളുമുണ്ട്. അതിലൊന്നാണ് മയക്കുമരുന്ന്. സ്കൂൾ കുട്ടികൾ മുതൽ പ്രായമായവർക്ക് വരെ വളരെ സുലഭമായി മയക്കുമരുന്ന് കിട്ടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. മയക്കുമരുന്നിന്റെ പിടിയിൽപ്പെടുന്ന കുട്ടികൾ എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ കുട്ടികൾ കുറ്റകൃത്യത്തിലേക്ക് തിരിയുകയാണ്. അതേസമയം സ്വാഭാവികമായും സിനിമകൾ കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ടാകും. പോസിറ്റീവായും നെഗറ്റീവായും സിനിമ സ്വാധീനിക്കും. പക്ഷേ അതിനേക്കാൾ കൂടുതൽ മയക്കുമരുന്ന് കുട്ടികളുടെ മാനസിക നിലയെ സ്വാധീനിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. സിനിമകളിൽ മയക്കുമരുന്നിന്റെ ഉപയോഗവും വയലൻസും ഒക്കെ കാണിക്കാറുണ്ട്. സമൂഹത്തിന്റെ പ്രതിഫലനമാണ് സിനിമ. സിനിമയ്ക്ക് വിഷയം ലഭിക്കുന്നത് സമൂഹത്തിൽ നിന്നാണല്ലോ എന്നും സിബി മലയിൽ ചോദിക്കുന്നു. നമ്മുടെ ചുറ്റും കാണുന്ന സംഭവങ്ങളെ സിനിമയുടെ വിഷയമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇന്നലെ നടന്ന കൊലപാതകങ്ങൾ പോലും ഒരുപക്ഷെ നാളെ ഒരു സിനിമയ്ക്ക് വിഷയമായേക്കാം. അതേസമയം വയലൻസ് പ്രേക്ഷകരെ ആകർഷിക്കുന്ന കൊമേഴ്ഷ്യൽ ഘടകമായി ഉപയോഗിക്കുന്ന ഫിലിം മേക്കേഴ്സ് ഇന്നുണ്ട്. അത് വളരെ തെറ്റായ പ്രവണതയാണ്. വയലൻസ് ഉണ്ടെങ്കിൽ സിനിമ കാണാൻ പ്രേക്ഷകർ വരുമെന്ന് ധരിച്ച് സിനിമ ചെയ്യുന്നത് സമൂഹത്തോട് ചെയ്യുന്ന അനീതിയാണ്. ഒരു കാലത്ത് സെക്സ് ഓറിയന്റഡ് ആയ സിനിമകൾ ഇവിടെ ഉണ്ടാവുകയും അത്തരം സിനിമകൾ കാണാൻ പ്രേക്ഷകർ കൂടുതലായി എത്തുകയും ചെയ്തിരുന്നു. പക്ഷേ സെൻസർ വന്നതോടെ അതിനൊരു തടയിടാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ അമിതമായ വയലൻസിനും കർശനമായ സെൻസർ നടപടികൾ ഉണ്ടാകണം. അങ്ങനെ വരുമ്പോൾ സിനിമയിലെ വയലൻസ് കുറയും. മാർക്കോ എന്ന സിനിമയെ ആളുകളിലേക്ക് ആകർഷിച്ചതും അതിലെ വയലൻസ് ആണ്. വയലൻസ് ആണ് എല്ലാറ്റിനും പരിഹാരം എന്നൊരു നരേറ്റീവ് ഒരു സിനിമയിലൂടെ നൽകാൻ പാടില്ല. സിനിമയിലൂടെ തെറ്റായ ഒരു സന്ദേശം കൊടുക്കാൻ പാടില്ല എന്നും സിബി മലയിൽ പറയുന്നു. അതേസമയം ഇതിനെക്കുറിച്ച് സംവിധായകൻ കമലിന്റെ അഭിപ്രായം ഇപ്രകാരമാണ്: സിനിമ കണ്ടതുകൊണ്ട് മാത്രം പുതിയ തലമുറ വഴിതെറ്റി പോകുന്നുവെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മനുഷ്യരെ വഴിതെറ്റിക്കുന്നതിൽ പല പല ഘടകങ്ങളുണ്ട്. അതിൽ ഒന്ന് മാത്രമാണ് സിനിമ. ഓൺലൈൻ ഗെയിംസ് കുട്ടികളെ വഴിതെറ്റിക്കാൻ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഓൺലൈനിൽ ഇവർ എന്തൊക്കെ കാണുന്നുവെന്ന് നമുക്കറിയില്ല. ഇന്റർനെറ്റിന്റെ അമിതമായ ഉപയോഗം എങ്ങനെയൊരു കുറ്റം ചെയ്യണം, ഏതൊക്കെ രീതിയിലാണ് കുറ്റകൃത്യങ്ങൾ ലോകത്ത് നടക്കുന്നതെന്ന തരത്തിലുള്ള വിവരങ്ങൾ അവർക്ക് സൈബർ ലോകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. ആ ഒരു ചിന്താഗതിയിലേക്ക് യുവതലമുറ പോകുന്നത് എന്താണെന്നാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം. കൂടാതെ കുട്ടികളിൽ മയക്കുമരുന്നിന്റെ ഉപയോഗം വളരെയധികം കൂടിയിട്ടുണ്ട്. മുൻപ് മദ്യമായിരുന്നുവെങ്കിൽ ഇപ്പോൾ കഞ്ചാവും കടന്ന് അതിനേക്കാൾ വലിയ വലിയ മയക്കുമരുന്നിലേക്ക് സ്കൂൾ കുട്ടികൾ വരെ പോകുന്ന ഒരു പ്രവണതയുണ്ട്. അതേസമയം മാർക്കോ എന്ന സിനിമ വന്നതുകൊണ്ട് മാത്രം സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾ കൂടുമെന്ന് വിശ്വസിക്കുന്നില്ല. അടുത്ത കാലത്ത് നമ്മൾ കാണുന്ന കൊലപാതകങ്ങൾ ചെയ്യുന്നതെല്ലാം ചെറുപ്പക്കാരാണ്. ഒരാൾക്ക് ഒരാളെ കൊല്ലാൻ തോന്നണമെങ്കിൽ അത്രമാത്രം കാരണം ഉണ്ടാകണമല്ലോ. പണ്ട് വല്ലപ്പോഴും കേട്ടിരുന്ന കൊലപാതക വാർത്ത ഇന്ന് നിരന്തരം കേൾക്കുകയാണ്. ഇത് അപകടകരമായ അവസ്ഥ തന്നെയാണെന്നും കമൽ പറയുന്നു. എന്തുകൊണ്ട് നമ്മുടെ യുവതലമുറ ഇത്തരത്തിൽ താളം തെറ്റി പോകുന്നു എന്നത് ഗൗരവത്തോടെ ചിന്തിക്കേണ്ട വിഷയമാണെന്നും കമൽ പറയുന്നു. അതേസമയം ഇതിനെപ്പറ്റി ചൈൽഡ് കൗൺസിലറായ സലീന ബീവി പറയുന്നത് ഇപ്രകാരമാണ്: ഇന്നലെ സംഭവിച്ച കൂട്ടക്കൊലയ്ക്ക് പിന്നിൽ ലഹരി മാത്രമാണെന്ന് തോന്നുന്നില്ല. ലഹരി മാത്രമല്ല കുട്ടികളെ സ്വാധീനിക്കുന്ന കാര്യം. 24 വർഷത്തെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറഞ്ഞാൽ സിനിമകളും കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തെ സ്വാധീനിക്കുന്നുണ്ട്. അടുത്തിടെ ഇറങ്ങിയ മാർക്കോ, കിൽ, അനിമൽ തുടങ്ങിയ സിനിമകൾ കുട്ടികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ഒരു മാസ് സൈക്കോളജിക്കൽ ഹിപ്നോസിസ് നടക്കുന്ന മേഖലയാണ് സിനിമ. നമ്മുടെ കുഞ്ഞുങ്ങൾ, രക്ഷിതാക്കൾ ഉൾപ്പെടെ ആദ്യത്തെ ഷോയ്ക്ക് തന്നെ പോയിരുന്ന് കണ്ടൊരു സിനിമയായിരുന്നു മാർക്കോ. കൂടാതെ മീഡിയകളും ആത്മഹത്യയും കൊലപാതകങ്ങളും കാണിക്കേണ്ടതിന്റെ എത്തിക്സ് പോലും മാനിക്കാതെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നുവെന്നും സലീന ബീവി പറയുന്നു.
എന്തായാലും സമൂഹത്തിൽ ക്രൂരതയും ആക്രമണങ്ങളും കൂടുന്നത് സിനിമ കൊണ്ടാണെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നത് ഒരു മറ മാത്രമാണ്. നമുക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ ഉത്തരവാദിത്തത്തോടെ മാധ്യമങ്ങൾ ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യണം. ബലാത്സംഗങ്ങൾ, കുഞ്ഞുങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ എന്നിവ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ലോകത്തെമ്പാടും പാലിക്കേണ്ട മര്യാദകളും രീതികളുമുണ്ട്. കുറ്റകൃത്യത്തിന്റെ സൂക്ഷ്മമായ വിശദാംശങ്ങൾ നൽകാതിരിക്കുക എന്നതാണ് അതിലൊന്ന്. ഇതിലൂടെ നമുക്ക് കുറ്റകൃത്യങ്ങൾ കുറയ്ക്കാൻ കഴിയും.